നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ദി ഹിന്ദു പത്രത്തിലെ ഒരു ലേഖനം, ഒപ്പം ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സും ഇവയെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വിശകലനം. വിഷയം ചോളഭരണം, ആധുനിക ഇന്ത്യയ്ക്കൊരു പാഠം എന്നതാണ്. UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചരിത്രം ചിലപ്പോൾ ഇന്നത്തെ വഴികാട്ടിയാവാം, അല്ലേ? തീർച്ചയായും. ചോളന്മാരുടെ കാര്യം പറയുമ്പോൾ വലിയ ക്ഷേത്രങ്ങൾ മാത്രമല്ല ഓർക്കേണ്ടത്, അവരുടെ ഭരണരീതികളും. അതിൽ നിന്ന് പഠിക്കാനുണ്ടോ എന്നാണ് ഈ ലേഖനം ചോദിക്കുന്നത്. അതെ. അപ്പോ ഈ ലേഖനത്തില് ഗംഗൈകൊണ്ട ചോളപുരത്തെ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ വാർഷികത്തിന് പ്രധാനമന്ത്രി പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഉണ്ട്. അതൊരു സാംസ്കാരിക കാര്യം എന്നതിനപ്പുറം ആ ഭരണ പാരമ്പര്യത്തിന് ഇന്നത്തെ കാലത്തും പ്രസക്തിയുണ്ട് എന്നോർമ്മിപ്പിക്കാൻ കൂടിയാണെന്ന് തോന്നുന്നു. ശരിയാണ്. അപ്പോ ആദ്യം തന്നെ UPSC പരീക്ഷയ്ക്ക് ഇതെവിടെയൊക്കെ വരും എന്ന് നോക്കിയാലോ? പ്രിലിംസിനും മെയിൻസിനും. നോക്കാം. പ്രിലിംസിന് തീർച്ചയായും ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് വരും. ചോളഭരണം, അവരുടെ കല, വാസ്തുവിദ്യ, രാജരാജനൊന്നാമൻ, രാജേന്ദ്രനൊന്നാമൻ, അതൊക്കെ. പിന്നെ ഇന്ത്യൻ പോളിറ്റിയില് തദ്ദേശ സ്വയംഭരണം, 73, 74 ഭേദഗതികൾ. കാരണം ചോളന്മാരുടെ ഗ്രാമസഭകൾ ഇതിനൊരു പഴയ മാതൃകയായി പറയാം. ഓക്കെ. കലയും സംസ്കാരവും ഭാഗത്തും വരും അല്ലേ? ദ്രാവിഡ ക്ഷേത്ര ശൈലിയൊക്കെ. ഉറപ്പായും. ഇനി മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 1-ൽ കല, സാഹിത്യം, വാസ്തുവിദ്യ വരും. GS പേപ്പർ 2-ൽ ഈ പറഞ്ഞ അധികാര വികേന്ദ്രീകരണം, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, അതൊക്കെ ബന്ധപ്പെടുത്താം. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് GS പേപ്പർ 3-ലെ ദുരന്ത നിവാരണമാണ്. അതെങ്ങനെ? ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, തഞ്ചാവൂരിലെയും മറ്റും 1000 കൊല്ലം പഴക്കമുള്ള ചോളക്ഷേത്രങ്ങൾ ഭൂകമ്പങ്ങളെ അതിജീവിച്ചതിനെപ്പറ്റി. ഇന്നത്തെ കെട്ടിടങ്ങൾക്ക് അതൊരു പാഠമാണ്. ഭൂകമ്പ പ്രതിരോധം. ശരിയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണത്. അപ്പോ ഈ ലേഖനത്തിലെ മറ്റു ചില ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? പ്രധാനമായും പറയുന്നത് ചോളന്മാരുടെ ചില ഭരണ മാതൃകകൾ, അവരുടെ ജലപരിപാലനം, നികുതി പിരിവ്, താഴെത്തട്ടിലെ ജനാധിപത്യം, ഇവയിൽ നിന്നൊക്കെ ഇന്നും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് എന്നാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 73, 74 ഭേദഗതികളുണ്ടായിട്ടും പലയിടത്തും ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളില്ലാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ചോളന്മാരുടെ ഗ്രാമസഭകൾ അതൊരു ശക്തമായ മാതൃകയായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശരി. അപ്പോ പ്രിലിംസിന് വേണ്ടി ഓർത്തിരിക്കേണ്ട ചില കോർ കൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. ഒന്ന്, ചോളന്മാരുടെ പ്രാദേശിക ഭരണം. ഉത്തരമേലൂർ ശാസനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സഭ, ഊർ എന്നൊക്കെ പറയുന്ന ഗ്രാമസഭകൾ. കാര്യങ്ങൾ നോക്കാൻ വാര്യം എന്ന കമ്മിറ്റികൾ. പിന്നെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ കുടവോലെ സമ്പ്രദായം. അതൊരു തരം നറുക്കെടുപ്പാണ്. ഓക്കേ. രണ്ടാമത്തേത്? 2, ജലപരിപാലനം. ഇത് വളരെ പ്രധാനമാണ്. കാവേരി നദിയിലൊക്കെ അണക്കെട്ടുകൾ കെട്ടി കനാലുകൾ വഴി വെള്ളമെത്തിച്ചു. ഏരികൾ എന്നറിയപ്പെടുന്ന വലിയ ടാങ്കുകൾ, കൃത്രിമ തടാകങ്ങളുണ്ടാക്കി. പഴയ ഗ്രാൻഡ് അണക്കെട്ട് അഥവാ കല്ലണൈ അവർ നന്നായി പരിപാലിച്ചിരുന്നു. ശരി. മൂന്നാമത്തത്? 3, അവരുടെ ക്ഷേത്രവാസ്തുവിദ്യ, ദ്രാവിഡ ശൈലി. ഉയരമുള്ള വിമാനം, അതായത് പ്രധാന ഗോപുരം, പിന്നെ മണ്ഡപങ്ങൾ, വലിയ ഗോപുരങ്ങൾ ഒക്കെയുള്ള ആ ഒരു ശൈലി. തഞ്ചാവൂരും ഗംഗൈകൊണ്ട ചോളപുരവും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണല്ലേ? യുനെസ്കോ സൈറ്റ്സ്. അതെ. ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് എന്ന പേരിലാണ് യുനെസ്കോ ലിസ്റ്റിലുള്ളത്. ഓക്കെ. ഇനി മെയിൻസിന്റെ കാഴ്ചപ്പാടില് ഇതെങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? മെയിൻസിനെ നോക്കുമ്പോൾ ഈ ലേഖനം ഒരു താരതമ്യമാണ് ചെയ്യുന്നത്. ചരിത്രത്തിലെ ഒരു നല്ല മാതൃക എടുത്തിട്ട് ഇന്നത്തെ ചില പ്രശ്നങ്ങളുമായിട്ട്, ചിലപ്പോ മോശം റോഡുകൾ, വെള്ളപ്പൊക്കം, ശരിക്ക് പ്രവർത്തിക്കാത്ത പഞ്ചായത്തുകൾ, ഇവയൊക്കെയായിട്ട് ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇതിനൊക്കെ ചില ഉത്തരങ്ങളുണ്ട് എന്ന്. വെറുതെ പഴയകാലം ഓർത്ത് അഭിമാനിക്കുകയല്ല, പകരം അവരുടെ ഭരണപരമായ കാര്യങ്ങൾ, സാമൂഹികമായ കാര്യങ്ങൾ, അതിൽ നിന്ന് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്തൊക്കെയാണ് പ്രധാന പാഠങ്ങൾ? പ്രധാനമായിട്ടും 1, അധികാര വികേന്ദ്രീകരണം, ഗ്രാമസഭകളുടെ പ്രാധാന്യം. 2, സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ ഭൂകമ്പത്തെ അതിജീവിക്കുന്ന കെട്ടിടങ്ങൾ പോലെ. ശരി. 3, സംയോജിത ജലപരിപാലനം. 4, കാര്യക്ഷമമായ ഒരു നികുതി സമ്പ്രദായം. ഇതൊക്കെയാണ് പ്രധാന പോയിന്റുകൾ. പക്ഷെ ഒരു സംശയം. അന്നത്തെ രാജഭരണകാലത്തെ ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ ഒരു സമ്പ്രദായം,
അത് ഇന്നത്തെ ജനാധിപത്യ ഇന്ത്യയിൽ അതേപടി നടപ്പാക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു പ്രധാന വെല്ലുവിളിയാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. അതേപടി പകർത്തുക എന്നത് പ്രായോഗികമല്ല. അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പിന്നെ ഇന്നത്തെ ഇന്ത്യയുടെ വലിപ്പം, ഭരണപരമായ സങ്കീർണത അതൊക്കെ എത്രയോ കൂടുതലാണ്. ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഭൂതകാലത്തെ നമ്മൾ ഒരുപാടങ്ങൾ ഐഡിയലൈസ് ചെയ്താൽ അന്നത്തെ ചില മോശം കാര്യങ്ങൾ, സാമൂഹിക അസമത്വങ്ങൾ ഒക്കെ നമ്മൾ കാണാതെ പോവും. അതും ശ്രദ്ധിക്കണം. അപ്പോ പിന്നെ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? എന്താണ് മുന്നോട്ടുള്ള വഴി? വഴി ഇതാണ്: ആ തത്വങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക, അതേപടി കോപ്പിയടിക്കുകയല്ല. ഉദാഹരണത്തിന് തദ്ദേശ സ്ഥാപനങ്ങളെ ശരിക്കും ശക്തിപ്പെടുത്തുക. 73, 74 ഭേദഗതികൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കുക. പിന്നെ ജലപരിപാലനത്തിന് പഴയ അറിവുകളും പുതിയ സാങ്കേതികവിദ്യയും ഒരുമിച്ചുപയോഗിക്കാം. അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാക്കുമ്പോൾ അതിന്റെ ഗുണമേന്മ, ഈടുനിൽപ്പ്, പ്രതിരോധശേഷി ഇതിനൊക്കെ മുൻഗണന കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഈ ചർച്ചയുടെ ഒരു കാതൽ എന്ന് പറയാവുന്നത്, ചോള കാലഘട്ടത്തെ ഓർക്കുമ്പോൾ ആ വലിയ ക്ഷേത്രങ്ങൾ മാത്രമല്ല, അവരുടെ ഭരണപരമായ മികവിൽ നിന്നും, അത് ജലപരിപാലനമായാലും ഗ്രാമഭരണമായാലും, ഇന്നത്തെ ഇന്ത്യക്ക് ചില പ്രായോഗിക പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നതാണ്, അല്ലേ? അതെ, തീർച്ചയായും. ഒരു കാര്യം കൂടി ഞാൻ ചേർക്കട്ടെ. ഈ രാജേന്ദ്ര ചോളനെ പോലുള്ള ചരിത്രപുരുഷന്മാരെ നമ്മൾ ഓർക്കുന്നത് വലിയ പ്രതിമകളുണ്ടാക്കുന്നതിലൂടെ മാത്രമാവരുത്. അവർ കാണിച്ചു തന്ന ഭരണപരമായ മികവ്, പൊതുവായ കാര്യങ്ങളുള്ള ശ്രദ്ധ, അതൊക്കെ നമ്മുടെ ഇന്നത്തെ ഭരണത്തിൽ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുമ്പോഴാണ് ആ ഓർമ്മകൾക്ക് കൂടുതൽ അർത്ഥമുണ്ടാകുന്നത്. അതാണ് ശരിക്കുമുള്ള ആദരമെന്നെനിക്ക് തോന്നുന്നു. വളരെ ശരിയാണ്. അപ്പോ ഈ വിശകലനം ഇവിടെ നിർത്താം. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്ത ചർച്ച ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാന വിഷയമാണ്. അതായത് നമ്മുടെ മോഡേൺ മെഡിസിനും പിന്നെ ഈ പരമ്പരാഗത ചികിത്സാരീതികളും തമ്മിലുള്ളൊരു തർക്കം. അതെ, പ്രത്യേകിച്ചും ഈ ആയുഷ് ഡോക്ടർമാരുടെ റോളില്ലേ? അവർക്ക് മോഡേൺ മരുന്നുകൾ കുറിക്കാമോ, ചെറിയ സർജറികൾ ചെയ്യാമോ എന്നൊക്കെയുള്ള ആ ഒരു സംവാദം. അതിന് പല വശങ്ങളും നമുക്കൊന്ന് നോക്കാമല്ലേ? തീർച്ചയായും. ഇത് സത്യത്തിൽ ഒരുപാട് നാളായിട്ടുള്ളൊരു വിഷയമാണ്. പണ്ടേ ഉള്ളതാണോ? അതെ, 1946 ഒരു ഭോർ കമ്മിറ്റി റിപ്പോർട്ടുണ്ടായിരുന്നു. ഓഹോ. അവരന്ന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് മോഡേൺ സയന്റിഫിക് മെഡിസിൻ ആയിരുന്നു. ശരി. പക്ഷെ പിന്നീടൊരു 1970 ആയപ്പോ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ ഈ ആയുർവേദം, സിദ്ധ, യുനാനി, നമ്മുടെ നാടൻ ചികിത്സകൾ, അതെ, അതിനൊക്കെ ഒരു നിയമപരമായ അംഗീകാരം കൊടുത്തു. അത് 2020 വീണ്ടും ഭേദഗതി ചെയ്യുകയുമുണ്ടായി. അപ്പോ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണ്? ഈ ആയുഷ് ഡോക്ടർമാർക്ക് അലോപ്പതി മരുന്നെഴുതാൻ പറ്റുമോ? അതാണോ മെയിൻ? അത് തന്നെ, അതാണ് കോർ ഇഷ്യൂ. 1998 ഡോക്ടർ മുക്തിയാർ ചന്ദ് കേസ് എന്നൊന്നുണ്ടായി. അതില് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, അവർക്ക് അതിന് അധികാരമില്ല എന്ന്. പക്ഷേ കാര്യങ്ങൾ അവിടെ തീരുന്നില്ല. എന്താ കാരണം? കാരണം 1945 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസ്, അതില് റൂൾ 2EE എന്നൊരു ഭാഗമുണ്ട്. ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആരാണെന്ന് പറയുന്നിടത്ത് ചില അവ്യക്തതകളുണ്ട്. അത് മുതലെടുത്ത് പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും എന്തു ചെയ്തു? സ്വന്തമായിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കി. എന്നിട്ട് ഈ ആയുഷ് ഡോക്ടർമാർക്ക് ഒരു പരിധിവരെ മോഡൽ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ അനുമതി കൊടുത്തു. അത് കൊള്ളാമല്ലോ. നിയമത്തിലൊരു ചെറിയ അവ്യക്തത ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കുന്നു. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. തീർച്ചയായും. ഈ റൂൾ 2EE, പിന്നെ മുക്തിയാർ ചന്ദ് കേസ്, അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആക്ട്, ഇതൊക്കെ പ്രിലിംസിൽ വരാൻ സാധ്യതയുണ്ട്, പോളിറ്റി ഗവർണൻസ് ഭാഗങ്ങളിൽ. അതെ, പോരാത്തതിന് 2020 ഒരു സംഭവം കൂടെ ഉണ്ടായി. എന്തായിരുന്നു അത്? PG യോഗ്യതയുള്ള ആയുർവേദ ഡോക്ടർമാർക്ക് 58 തരം സർജറികൾ, ചെറിയ സർജറികൾ ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് അനുമതി കൊടുത്തു. ഓ, സർജറിയോ? അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ലേ? അതെ, അതിന്റെ നിയമസാധുതയൊക്കെ ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ്. ഇതിന്റെ പിന്നിൽ ചിലർ പറയുന്ന പോലെ ഒരു ഹിന്ദു അഭിമാനം എന്നൊക്കെയുള്ള ഒരു പൊളിറ്റിക്കൽ ആംഗിളും ഉണ്ടോന്ന് സംശയമുണ്ട്. അതും ശ്രദ്ധേയമാണ്. ഗവൺമെന്റ് ഈ ആയുഷ് ചികിത്സകളെ ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ടെന്ന് കേട്ടു. അതെ, അങ്ങനെയുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ പ്രിലിംസിനു വേണ്ടി ചില വാക്കുകൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. AUH എന്താണെന്ന് നമുക്കറിയാം. ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി,
യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ശരിയാണ്. അതുപോലെ ഇന്റഗ്രേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ സംയോജിത വൈദ്യശാസ്ത്രം എന്നൊരു വാക്കുണ്ട്. അതെന്താണ്? ഈ ക്രോസ്പതി എന്ന് പറയുന്നതാണോ അത്? അല്ല, അവിടെയാണ് വ്യത്യാസം. ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ രോഗിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനു വേണ്ടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മോഡേൺ മെഡിസിനെയും ചിലപ്പോൾ ഈ പറയുന്ന പരമ്പരാഗത രീതികളെയും ഒരുമിപ്പിക്കുന്നതാണ്. ഓക്കെ, യുക്തിസഹമായി തെളിവോടെ. അതെ. പക്ഷേ ക്രോസ്പതി അങ്ങനെയല്ല. ഒരു സിസ്റ്റത്തിൽ ട്രെയിനിങ് കിട്ടിയ ആള് മറ്റേ സിസ്റ്റം കൂടി പ്രാക്ടീസ് ചെയ്യുന്നത്, പലപ്പോഴും വേണ്ടത്ര യോഗ്യതയില്ലാതെ. അതാണ് പ്രശ്നം. അതെ, അതാണിപ്പോഴത്തെ പ്രധാന ആശങ്ക. നിങ്ങൾ മെയിൻസ് പരീക്ഷ നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 ഹെൽത്ത് പോളിസി, ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഒക്കെ പറയുമ്പോൾ ഈ ക്രോസ്പതി ഒരു പ്രധാന പോയിന്റാണ്. ശരിയാണ്. GS പേപ്പർ 3 വരാമല്ലോ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ. അതെ, ഈ ചികിത്സാരീതികളുടെ ശാസ്ത്രീയ അടിത്തറയെക്കുറിച്ചൊക്കെ വരാം, തീർച്ചയായും. അപ്പോ ഈ ക്രോസ്പതിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ടാവല്ലോ. എന്താണ് അനുകൂലിക്കുന്നവരുടെ വാദം? പ്രധാനമായും അവർ പറയുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ MBBS ഡോക്ടർമാർ കുറവാണ്. അതൊരു വലിയ പ്രശ്നമാണല്ലോ. അതെ. അപ്പോ ഈ കുറവ് നികത്താൻ ആയുഷ് ഡോക്ടർമാരെ ഉപയോഗിക്കാം. പിന്നെ ഈ പരമ്പരാഗത ചികിത്സകൾക്ക് പൊതുവെ ചെലവ് കുറവാണ്, നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗവുമാണ് എന്നൊക്കെയാണ് വാദങ്ങൾ. ശരി. പക്ഷേ എതിർക്കുന്നവർ, അവരുടെ വാദങ്ങൾ കൂടുതൽ ശക്തമാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ചും രോഗിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ. തീർച്ചയായും. അതാണ് ഏറ്റവും പ്രധാനം. മോഡേൺ മെഡിസിനെക്കുറിച്ചോ സർജറിയെക്കുറിച്ചോ കൃത്യമായ പരിശീലനമില്ലാത്തവർ അത് ചെയ്താൽ അത് രോഗിയുടെ ആരോഗ്യത്തിന് ഹാനികരമാവാം. അപകടമാണ്. അതെ. പിന്നെ പല പരമ്പരാഗത ചികിത്സകൾക്കും മോഡേൺ സയൻസിന്റെ രീതിയിലുള്ള ശക്തമായ തെളിവുകളില്ല എന്നൊരു വാദമുണ്ട്. ഇത് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെയും ചികിത്സയുടെയും നിലവാരം കുറയ്ക്കില്ലേ എന്നും ആശങ്കയുണ്ട്. സുപ്രീം കോടതി വിധിയുടെ ലംഘനം കൂടിയാണെന്നുണ്ടല്ലോ. അതും ഒരു പോയിന്റാണ്. അപ്പോ എന്താണൊരു പോംവഴി? എല്ലാം കൂടി ഒരു സന്തുലിതമായ രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം? അവിടെയാണ് കാര്യം. ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം. ശത്രുതയല്ല വേണ്ടത്. ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രവർത്തന പരിധികൾ അത് കൃത്യമായി നിർവചിക്കണം. നിയമം വേണം. ഈ പറഞ്ഞ റൂൾ 2E പോലുള്ള അവ്യക്തതകളൊക്കെ മാറ്റണം. നിയമം വ്യക്തമാക്കണം. അതെ. രോഗിയുടെ സേഫ്റ്റിക്കായിരിക്കണം എപ്പോഴും മുൻഗണന. ഒരുപക്ഷേ ഈ ആയുഷ് ഡോക്ടർമാർക്ക് മോഡേൺ മെഡിസിനിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കാൻ ബ്രിഡ്ജ് കോഴ്സുകൾ ആലോചിക്കാം. പക്ഷേ അതിന്റെ സുരക്ഷയും നിലവാരവും ഉറപ്പാക്കണമല്ലോ. തീർച്ചയായും. പിന്നെ നമ്മുടെ പരമ്പരാഗത ചികിത്സകളെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയമായ ഗവേഷണങ്ങളും വേണം. അതും പ്രധാനമാണ്. അതോടൊപ്പം ഗ്രാമങ്ങളിൽ കൂടുതൽ MBBS ഡോക്ടർമാരെ നിയമിക്കാനും ഗവൺമെന്റ് ശ്രമിക്കണം. അതെ, ചികിത്സ തിരഞ്ഞെടുക്കാൻ രോഗിക്ക് അവകാശമുണ്ട്. പക്ഷേ ആ ചികിത്സ നൽകുന്ന ആൾ യോഗ്യനാണോ എന്ന് അറിയാനും ഉറപ്പുവരുത്താനും കഴിയണം. എക്സാക്ട്ലി. അപ്പോ ഇന്ത്യയിലെ ആരോഗ്യരംഗം എത്ര സങ്കീർണമാണെന്ന് ഇത് കാണിക്കുന്നുണ്ട്. നിയമം, ശാസ്ത്രം, രാഷ്ട്രീയം, പൊതുജനാരോഗ്യം എല്ലാം ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ വ്യത്യസ്ത ചികിത്സാ സമ്പ്രദായങ്ങൾ, അവ തമ്മിലൊരു പരസ്പര വിശ്വാസത്തോടെ, സഹകരണത്തോടെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? അതേസമയം രോഗിയുടെ സുരക്ഷയിൽ ഒരു കോംപ്രമൈസും പാടില്ല. അതെ, അതെങ്ങനെ ഉറപ്പാക്കാം? ഇത് നിങ്ങൾക്കും ആലോചിക്കാവുന്നൊരു കാര്യമാണ്. ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത്. എന്തായാലും ഈ വിഷയത്തിൽ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിൽ നന്ദി. സന്തോഷം. നമുക്കിന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്താം. അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഗാസയിലെ പ്രതിസന്ധിയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതെ. ഗാസ പ്രതിസന്ധിയും ഇന്ത്യയുടെ നയതന്ത്രവും എന്നൊരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ശരിയാണ്. അപ്പോ ആദ്യം തന്നെ UPSC പരീക്ഷയ്ക്കിത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. പ്രിലിംസിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ സംഘർഷം, പിന്നെ UN, ICJ, ഗ്ലോബൽ സൗത്ത്, ഇതൊക്കെ വരാം. ലോകഭൂമിശാസ്ത്രത്തിൽ ഗാസയുടെ സ്ഥാനം, അതും പ്രധാനപ്പെട്ടതാണ്. അതെ. ഇനി മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2, അവിടെ ഈ വികസ്വര രാജ്യങ്ങളുടെ നയങ്ങൾ, അത് ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, അതൊക്കെ വരും. പിന്നെ GS പേപ്പർ 4 അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ധാർമ്മികത, അതും പ്രധാനമാണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ ലേഖനത്തിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക, ഗാസയിലെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു ഗൗരവം മനസ്സിലാക്കുക,
പിന്നെ ഇന്ത്യയുടെ നയതന്ത്രം എന്തുകൊണ്ട് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആകുന്നു എന്നും. അതെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ലേഖനം പറയുന്നത് പോലെ ഗാസയിലെ മാനുഷിക സാഹചര്യം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ലോകം ഉടനടി ഇടപെടേണ്ട ഒരു അവസ്ഥയാണ് അവിടെ. ലേഖനത്തിൽ പറയുന്ന ചില കണക്കുകൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഏകദേശം 60,000 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ആലോചിച്ചു നോക്കൂ. അവിടുത്തെ 90% ജനങ്ങളും പലതവണ വീടുകളിൽ നിന്ന് മാറേണ്ടി വന്നു. അതെ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണം, ആരോഗ്യം, വെള്ളം, ശുചിത്വം അതൊക്കെ തകർന്നു തരിപ്പണമായി. ഇതിനു പുറമെ ഇസ്രായേൽ മനഃപൂർവ്വം പട്ടിണിയെ ഒരു യുദ്ധതന്ത്രമായി ഉപയോഗിക്കുന്നു എന്നൊരു ഗുരുതരമായ ആരോപണവും ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ വംശീയ ഉന്മൂലനം, അതായത് എത്നിക് ക്ലെൻസിംഗ് ആണോ ഇതിന്റെ അന്തിമ ലക്ഷ്യം എന്നൊരു സംശയവും. പലസ്തീൻകാരെ ഒരു പ്രത്യേക മാനുഷിക നഗരത്തിലേക്ക് ഒതുക്കിയിട്ട് പിന്നെ അവരെ രാജ്യം വിടാൻ പ്രേരിപ്പിക്കുകയാണോ എന്നൊരു പേടിയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് വംശഹത്യ, ജനോസൈഡ് ആണോ അല്ലയോ എന്ന ചർച്ച അത് ഒരുപാട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ICJയുടെ ഒരു അന്തിമ വിധി വരാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കും. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ ഗാസയിലെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം, അവിടത്തെ ശരിക്കുള്ള അവസ്ഥ, അത് ലോകം അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 30 പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ അമേരിക്ക, ജർമ്മനി പോലുള്ള പ്രധാന ശക്തികൾ അവരിപ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അല്ലേ? അതെ, അതാണ് പ്രധാനപ്പെട്ട ഒരു ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ്, പ്രിലിംസിനൊക്കെ ഉപകാരപ്പെടുന്നത്. പറയാം. വംശഹത്യ, ജനോസൈഡ്, വംശീയ ഉന്മൂലനം, എത്നിക് ക്ലീൻസിംഗ്, പിന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ICJ, റൂൾസ് ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ, നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം. അതെ, അതായത് രാജ്യങ്ങൾ തമ്മിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോകണം എന്നുള്ള ആശയം. പിന്നെ ഗ്ലോബൽ സൗത്ത്. ഈ ആശയങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സഹായിക്കും. തീർച്ചയായും. പ്രത്യേകിച്ചും ഈ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം എന്നത് ഗാസയുടെ കാര്യത്തിൽ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ശരിയാണ്. പിന്നെ റഷ്യ, ചൈന, ഇന്ത്യ പോലുള്ള ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ, അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര സമാധാന സേനയെ അയക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ എന്നൊക്കെ ലേഖനം ചോദിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുക, വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ വിദേശ നയത്തിന്. മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ അതെ. കാരണം ഒരു വശത്ത് നോക്കിയാൽ ചരിത്രപരമായി നമ്മൾ പലസ്തീന് ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ട്. നമ്മുടെ ചേരിചേരാ നയമൊക്കെ അതിന്റെ ഭാഗമായിരുന്നു. ശരിയാണ്. മറുവശത്ത് അടുത്ത കാലത്തായി ഇസ്രായേലുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അത് പ്രതിരോധം, സാങ്കേതികവിദ്യ, സാമ്പത്തികം, ഈ മേഖലകളിലൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പോ ഇന്ത്യ ഒരു നയതന്ത്രപരമായ ഞാണിന്മേൽ കളിയാണ് നടത്തുന്നത്, ഒരു ഡിപ്ലോമാറ്റിക് ബാലൻസിംഗ് ആക്ട്. ശരിക്കും പശ്ചിമേഷ്യൻ സ്ഥിരത ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഊർജ്ജ സുരക്ഷ, അവിടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, പ്രവാസി സമൂഹം, അതെ, അവരുടെ സുരക്ഷ. അപ്പൊ ഈ മേഖലയിൽ എന്തു പ്രശ്നമുണ്ടായാലും അത് ഇന്ത്യയെ നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓരോ നിലപാടും ലോകം ശ്രദ്ധിക്കുന്നുമുണ്ട്. തീർച്ചയായും. പലസ്തീൻ പക്ഷത്ത് നിൽക്കാൻ കാരണങ്ങൾ പലതുണ്ട്. നമ്മുടെ ചരിത്രപരമായ നിലപാട്, അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ബഹുമാനം, ഗ്ലോബൽ സൗത്തിലെ നമ്മുടെ റോൾ, അറബ് ലോകവുമായുള്ള ബന്ധം. അപ്പോൾ ഇത് ശരിക്കും സങ്കീർണമാണ്. അതെ, ഇന്ത്യയുടെ നിലപാട്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്രമം എന്ന ആശയത്തെ ലോകം എങ്ങനെ കാണുന്നു എന്നതിനെ പോലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് മുന്നോട്ടുള്ള വഴി എന്താണ്? ഈ ലേഖനം എന്തെങ്കിലും പ്രായോഗികമായ സമീപനം പറയുന്നുണ്ടോ? ലേഖനം നിർദ്ദേശിക്കുന്നത് ഒരു സൂക്ഷ്മമായ ബാലൻസിംഗ് ആണ്. അതായത് ഇസ്രായേലും പലസ്തീനും 2 സ്വതന്ത്ര രാഷ്ട്രങ്ങളായി നിലനിൽക്കുന്ന അദ്വിരാഷ്ട്ര പരിഹാരം, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, അതിനായി വാദിക്കുന്നത് തുടരുക. രാഷ്ട്രീയമായി ഒരു പക്ഷം ചേരാതെ. അതെ, മാനുഷിക സഹായത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇസ്രായേലുമായുള്ള നമ്മുടെ ബന്ധം ഉപയോഗിച്ച് അവരെ സംയമനം പാലിക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും. അതോടൊപ്പം ഗ്ലോബൽ സൗത്തിലെ മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ച് ഒരു വെടിനിർത്തലിനായി നയതന്ത്ര സമ്മർദ്ദം തുടരുക. അപ്പോൾ അതാണ് പ്രധാനം. സമാധാനത്തിനും അന്താരാഷ്ട്ര നിയമത്തിനും വേണ്ടി നിലകൊള്ളുക, അതേസമയം നമ്മുടെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക. അതെ,
ഉത്തരവാദിത്തമുള്ള ഒരു ആഗോള ശക്തിയായി ഇന്ത്യയെ അവതരിപ്പിക്കുക. ഇതാണ് ലേഖനം നൽകുന്ന ഒരു ദിശാസൂചന. വളരെ ശരിയാണ്. ഗാസയിലെ ഈ പ്രതിസന്ധിയും ഇന്ത്യയുടെ സങ്കീർണമായ നയതന്ത്ര നിലപാടുകളും സംബന്ധിച്ച ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലോകക്രമം എന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നൊരു വലിയ ചോദ്യം ഈ സാഹചര്യം വീണ്ടും ഉയർത്തുന്നുണ്ട്. നിങ്ങൾക്കിതിനെക്കുറിച്ച് തുടർന്നും ചിന്തിക്കാം. തീർച്ചയായും ഗാസയിലെ കാര്യങ്ങൾ നമ്മൾ തുടർന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഡിജിറ്റൽ ലോകത്ത്. ഈ വലിയ ടെക് കമ്പനികൾ, അതായത് ബിഗ് ടെക്, അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ്. ഇതിനായി നമ്മൾ പ്രധാനമായും ആധാരമാക്കുന്നത് ഡിജിറ്റൽ കുത്തക, സ്റ്റാർട്ടപ്പുകൾ നേരിടുന്ന വെല്ലുവിളി എന്നൊരു ലേഖനത്തിലെ കാര്യങ്ങളാണ്. അപ്പോൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയം എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് ആദ്യം നോക്കാം, അല്ലേ? തീർച്ചയായും. പ്രിലിംസിൽ നോക്കുവാണെങ്കിൽ ഇത് ഇന്ത്യൻ എക്കോണമിയുടെ ഭാഗമായി വരും. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ CCI, പിന്നെ കുത്തക വിരുദ്ധ നിയമങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ, ഇതൊക്കെ ഇതിൽ വരും. ഗവേണൻസിലും ഇതിന് പ്രാധാന്യമുണ്ട്. ശരിയാണ്. ഇനി മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2 സർക്കാർ നയങ്ങൾ, CCI പോലുള്ള നിയമപരമായ സ്ഥാപനങ്ങൾ, അതുപോലെ GS പേപ്പർ 3 ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, ഉദാരവൽക്കരണത്തിന്റെ ഫലങ്ങൾ, ഈ ഭാഗങ്ങളിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ അതെ. ശരി, അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ ഗൂഗിൾ പോലെയുള്ള ആഗോള ടെക് ഭീമന്മാർ ഇവരെങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെ ശരിക്കും ബാധിക്കുന്നത്? ലേഖനത്തിൽ പറയുന്നൊരു വാക്കാണ് ഗേറ്റ് കീപ്പർമാർ അഥവാ കാവൽക്കാർ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ ഗേറ്റ് കീപ്പർ, അതായത് ഈ ഡിജിറ്റൽ ലോകത്തേക്കുള്ള പ്രവേശനം, അവിടുത്തെ കച്ചവട സാധ്യതകൾ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു തരം കാവൽക്കാരായിട്ടാണ് ഈ വലിയ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ കാര്യം നോക്കിയാൽ സ്മാർട്ട് ഫോണുകളിൽ ഏതാണ്ട് 95% ആൻഡ്രോയിഡ് ആണല്ലോ. അതെ. അതിന്റെ പൂർണ്ണ നിയന്ത്രണം ഗൂഗിളിനാണ്. അപ്പോൾ ഈ ഒരു മേധാവിത്വം അത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് പലപ്പോഴും ഒരു വിവേചനപരമായ സാഹചര്യമുണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ എന്തൊക്കെയാണ് ഈ പറയുന്ന വിവേചനപരമായ രീതികൾ? ലേഖനത്തിൽ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ടല്ലോ. പലതുണ്ട്. ഒന്ന്, അവരുടെ ആപ്പ് സ്റ്റോർ, അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർ. അതിൽ ആപ്പുകൾ കൊടുക്കണമെങ്കിൽ, അതിലൂടെ വരുമാനമുണ്ടാക്കണമെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ വലിയൊരു കമ്മീഷൻ നൽകണം. അത് പലപ്പോഴും താങ്ങാൻ പറ്റുന്നതിലും കൂടുതലാണ്. ശരി. പിന്നെ ഈ റിയൽ മണി ഗെയിമിംഗ് RMGയുടെ ഒരു പൈലറ്റ് പ്രോഗ്രാം അവർ നടത്തി. അതിൽ ചില പ്രത്യേകതരം ഗെയിമുകൾക്ക്, ഡെയിലി ഫാന്റസി സ്പോർട്സ്, റമ്മി അങ്ങനെയുള്ളവയ്ക്ക് മാത്രം പ്രവേശനം കൊടുത്തു. ഓഹോ. അപ്പോൾ മറ്റു ഗെയിമുകൾ ഉണ്ടാക്കുന്ന ഇന്ത്യൻ കമ്പനികൾ പുറത്തായി. അതുപോലെ അവരുടെ പരസ്യ നയങ്ങളിലും ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ. ഒരു ഇന്ത്യൻ ഗെയിമിംഗ് കമ്പനി ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അതിപ്പോ CCI, അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അന്വേഷിക്കുന്നുണ്ട്. അപ്പോ ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങളും വിവേചനവും ഒക്കെ ഇതിന്റെ ആത്യന്തിക ഫലം എന്തായിരിക്കും? ഉപഭോക്താക്കളെയും നമ്മുടെ രാജ്യത്തെ മൊത്തത്തിലും ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക? അതിന്റെ പ്രത്യാഘാതങ്ങൾ അത് പല തലങ്ങളിലുണ്ട്. ഒന്നാമതായി, ഉപഭോക്താക്കൾക്ക്, അതായത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ കുറയും. ശരിയാണ്. പുതിയ നല്ല സേവനങ്ങളോ ആപ്പുകളോ വരുന്നത് ഒരുപക്ഷെ തടസ്സപ്പെട്ടേക്കാം. ഉള്ള സേവനങ്ങളുടെ ഗുണമേന്മ കൂട്ടാനുള്ള ഒരു സമ്മർദ്ദം കുറയും. രണ്ടാമതായി, ഇത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ വളർച്ചയെ കാര്യമായി ബാധിക്കും. ഇന്ത്യൻ കമ്പനികൾക്ക് സ്വന്തമായി വളരാനും വരുമാനം കണ്ടെത്താനുമുള്ള വഴികൾ ഈ ഭീമന്മാർ നിയന്ത്രിക്കുമ്പോൾ അത് നമ്മുടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിനു പോലും തടസ്സമായേക്കാം. കാരണം ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ വളർച്ച വളരെ പ്രധാനമാണല്ലോ. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ചില അടിസ്ഥാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ആന്റിട്രസ്റ്റ് ലോ അഥവാ കുത്തക വിരുദ്ധ നിയമം. വിപണിയിൽ മത്സരം ഉറപ്പാക്കാനും 1-2 കമ്പനികൾ മാത്രം വിപണി അടക്കി വാഴുന്നത് തടയാനുമുള്ള നിയമങ്ങളാണിത്. നമ്മുടെ കോമ്പറ്റീഷൻ ആക്ട് 2002 ഇതിനൊരു ഉദാഹരണമാണ്. ഓക്കെ. 2, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI. ഈ നിയമം നടപ്പാക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് CCI.
മത്സരം ഉറപ്പാക്കുക, ഉപഭോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കുക എന്നൊക്കെയാണ് ലക്ഷ്യം. ശരി. 3 ഗേറ്റ് കീപ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിൽ ഉപഭോക്താക്കളിലേക്കും ബിസിനസ്സുകളിലേക്കുമുള്ള വഴി നിയന്ത്രിക്കുന്ന വലിയ പ്ലാറ്റ്ഫോമുകൾ ഗൂഗിൾ, ആപ്പിൾ ഒക്കെ ഉദാഹരണങ്ങളാണ്. ഓക്കെ. 4 എബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ. അതായത് വിപണിയിൽ ശക്തമായ ഒരു സ്ഥാനമുള്ള കമ്പനി ആ ശക്തി ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ തഴയുന്നത്. CCI പലപ്പോഴും അന്വേഷിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. വളരെ വ്യക്തമായി. അപ്പോ ഇനി മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോത്സാഹനം കൊടുത്ത് ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന്റെ താക്കോല് ഒരു വിദേശ കമ്പനിയുടെ കയ്യിലാണെന്ന് വരുന്നത് ഒരു വൈരുദ്ധ്യം തന്നെയല്ലേ? അതെ, അതൊരു വലിയ ചോദ്യമാണ്, ഒരു നയപരമായ വെല്ലുവിളി. കാരണം ഒരു വശത്ത് നോക്കിയാൽ ഈ ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് പെട്ടെന്ന് വളരാനും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഡിജിറ്റൽ സേവനങ്ങൾ എത്തിക്കാനും ഒരുപാട് വിദേശ നിക്ഷേപം വരാനുമൊക്കെ ഇത് സഹായിച്ചു. ശരിയാണ്. പക്ഷേ മറുവശത്ത് ഈ ലേഖനം പറയുന്ന പോലെ അവരുടെ ആധിപത്യം അവർ ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു ആരോപണം ശക്തമാണ്. മത്സരമില്ലാതാക്കുന്നു, ഇന്ത്യൻ കമ്പനികളുടെ വരുമാനം കുറയ്ക്കുന്നു, ഇവിടെ ഉണ്ടാകുന്ന ലാഭം പുറത്തേക്കു പോകുന്നു, ഉപഭോക്താക്കൾക്ക് ചോയ്സ് കുറയുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോ എന്താണൊരു പോംവഴി? ഈ ഭീമന്മാരെ നിയന്ത്രിക്കുകയും വേണം, അതേസമയം നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ അവസരം കൊടുക്കുകയും വേണം. എങ്ങനെ ഇത് സാധിക്കും? ഒരു സന്തുലിതാവസ്ഥയാണ് ആവശ്യം. ഈ കമ്പനികളെ ശത്രുക്കളായി കാണുക എന്നല്ല, പക്ഷേ കളി നടക്കുന്നത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിലാണെന്ന് ഉറപ്പാക്കണം. എല്ലാവർക്കും ന്യായമായ അവസരം കിട്ടണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? ചില കാര്യങ്ങൾ ചെയ്യാം. 1, CCI പോലുള്ള നമ്മുടെ റെഗുലേറ്ററി സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക. അവർക്ക് കൂടുതൽ സാങ്കേതിക അറിവും അധികാരവും നൽകണം. 2, പ്രശ്നമുണ്ടായിക്കഴിഞ്ഞിട്ട് ഇടപെടുന്നതിന് പകരം മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കുന്നൊരു സമീപനം, പ്രോആക്റ്റീവ് റെഗുലേഷൻ എന്ന് പറയും, അതുവേണം. യൂറോപ്യൻ യൂണിയനൊക്കെ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് DMA കൊണ്ടുവന്നതുപോലെ. 3, ബദലുകളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ സ്വന്തം ആപ്പ് സ്റ്റോറുകൾ, മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുവരണം. 4, ഇതൊരു ആഗോള പ്രശ്നമായതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതും പ്രധാനമാണ്. വളരെ ശരിയാണ്. അപ്പോൾ ഈ ചർച്ച ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ശരിക്കും ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇനി നിങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കാൻ ഒരു ചോദ്യം. ഈ ഡിജിറ്റൽ ഗേറ്റ് കീപ്പർമാരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് തനിച്ച് സാധിക്കുമോ? അതോ ഒരാഗോള സഹകരണം തീർച്ചയായും ആവശ്യമായി വരുമോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇനി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു പ്രധാന വിഷയമാണ്. കേസുകൾ തീർപ്പാക്കുന്നതിലെ വലിയ കാലതാമസം അല്ലേ? അതെ, ജുഡീഷ്യൽ ഡിലേസ് ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് നീതി ഇങ്ങനെ വൈകുന്നത്? അതിന്റെ പ്രത്യാഘാതങ്ങൾ, പിന്നെ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? നമുക്ക് ഈ ലേഖനം വെച്ചൊന്ന് നോക്കാം. ശരി. പിന്നെ UPSC പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓ, തീർച്ചയായും. പ്രിലിംസിന് ഇന്ത്യൻ പോളിറ്റിയില് ജുഡീഷ്യറി, പിന്നെ ഈ ADR അഥവാ ബദൽ തർക്ക പരിഹാരം, അതുപോലെ മെയിൻസിന് GS പേപ്പർ 2 ഇല്ലേ? ഉണ്ട്. അതില് ജുഡീഷ്യറിയുടെ ഘടന, പ്രവർത്തനം, നീതി എങ്ങനെ കിട്ടുന്നു എന്നൊക്കെയുള്ള ഭാഗത്ത് ഇത് വരും. essay പേപ്പറിലും ചോദിക്കാം. അതെ, വളരെ റെലവന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിതിലേക്ക് കടക്കാം. ലേഖനം തുടങ്ങുന്നത് തന്നെ ആ പഴയ എന്നാൽ എപ്പോഴും പ്രസക്തമായ വാക്യം വെച്ചാണ്. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന്. ശരിയാണ്. ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കാണ് പറയുന്നത്. 5 കോടിയിലധികം കേസുകളാണ് നമ്മുടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. 5 കോടി? അതെ. അതിൽ തന്നെ ഏകദേശം 4.6 കോടിയും ജില്ലാ സബോർഡിനേറ്റ് കോടതികളിലാണ്. എന്തൊരവസ്ഥയാണല്ലേ? തീർച്ചയായും. എന്താ പറയാ, ഈ കെട്ടിക്കിടക്കലിന് പിന്നിലെ കാരണങ്ങളായിട്ട് ഈ ലേഖനം പറയുന്നത് പ്രധാനമായും ജഡ്ജിമാരുടെ കുറവ് തന്നെയാണ്. അതായത് അംഗീകരിച്ച തസ്തികകളിൽ ഒരു 5-1 ഇപ്പോഴും ഒഴിവാണ്. അത്രയധികമോ? അതെ. അതോടൊപ്പം കോടതികളിലെ സൗകര്യക്കുറവ്, പിന്നെ ചില നടപടിക്രമങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കേസുകൾ ഇങ്ങനെ അടിക്കടി മാറ്റിവെക്കുന്നൊരു രീതിയുമുണ്ട്. അത് സ്ഥിരം കേൾക്കുന്നതാണ്. പിന്നെ കാര്യക്ഷമമല്ലാത്ത കേസ് നടത്തിപ്പ്. ഒരു പ്രധാന കാര്യം, ഇന്ത്യയിൽ 10 ലക്ഷം ജനങ്ങൾക്ക് ഏകദേശം 15 ജഡ്ജിമാർ, അത്രയേ ഉള്ളൂ. വെറും 15? അതെ. എന്നാൽ 1987-ലെ ലോ കമ്മീഷൻ പറഞ്ഞത് 10 ലക്ഷത്തിന് 50 ജഡ്ജിമാർ വേണമെന്നാണ്. വലിയ വ്യത്യാസമുണ്ടല്ലോ. അതെ.
ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ, അതായത് പെൻഡൻസി ഓഫ് കേസസ്, പിന്നെ ജഡ്ജ് ജനസംഖ്യാ അനുപാതം, ജഡ്ജ് ടു പോപ്പുലേഷൻ റേഷ്യോ, ഇതൊക്കെ പ്രിലിംസിന് ഓർത്തുവെക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജുഡീഷ്യറിയുടെ എഫിഷ്യൻസി അളക്കുന്നത് ഇതൊക്കെ വെച്ചാണ്. അപ്പോ ഈ കാലതാമസം ഇത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുന്നു? പിന്നെ രാജ്യത്തെ മൊത്തത്തില്? അത് പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. ഒന്നാമതായി നിയമത്തിലുള്ള വിശ്വാസം കുറയും, അല്ലേ? ശരിയാണ്. പിന്നെ ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതിനെ ഇത് ബാധിക്കും. കാരണം തർക്കങ്ങൾ തീരാൻ വൈകിയാൽ പിന്നെ എങ്ങനെ മുന്നോട്ടു പോകും? അത് ശരിയാണ്. കരാർ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. അതെ, ഏറ്റവും പ്രധാനം നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 21 വഴി ഉറപ്പു നൽകുന്നൊരു കാര്യമുണ്ട്: വേഗത്തിൽ നീതി കിട്ടാനുള്ള അവകാശം. മൗലികാവകാശം. അതെ, മൗലികാവകാശം. അതിവിടെ ലംഘിക്കപ്പെടുകയാണ്. പിന്നെ വിചാരണാ തടവുകാരുടെ കാര്യം. അത് വളരെ ദയനീയമാണ്. വർഷങ്ങളോളം ഒരു തീർപ്പുമില്ലാതെ ജയിലിൽ കഴിയേണ്ടി വരുന്നു. ഇതൊക്കെ മെയിൻസ് പരീക്ഷയ്ക്ക് ഭരണപരമായ കാര്യക്ഷമതയില്ലായ്മ, നീതി നിഷേധം എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ്. ശരിയാണ്. അപ്പോ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഈ ADR ഒക്കെ വരുന്നത്, അല്ലേ? ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ. അതെ, ബദൽ തർക്ക പരിഹാരമാർഗങ്ങൾ. കോടതിക്ക് പുറത്ത് കുറച്ചുകൂടി വേഗത്തിൽ, ചെലവ് കുറഞ്ഞ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വഴികൾ. ഉദാഹരണത്തിന് മീഡിയേഷൻ, മധ്യസ്ഥത, ആർബിട്രേഷൻ, തീർപ്പുകൽപ്പിക്കൽ ഒക്കെയുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോക് അദാലത്തുകൾ. ലോക് അദാലത്ത് കേട്ടിട്ടുണ്ട്. ഇത് 1987 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് പ്രകാരം നിയമസാധുതയുള്ള ഒന്നാണ്. ഒരുതരം ജനകീയ കോടതിയെന്നു പറയാം. ഇതിലൂടെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ പറ്റും. അതിന്റെ വിധി ഒരു സിവിൽ കോടതിയുടെ ഡിക്രി പോലെയാണ്, അന്തിമവുമാണ്. അപ്പോൾ അതിന് നിയമപ്രാബല്യമുണ്ട്. തീർച്ചയായും. 2021 2025 മാർച്ചിനുമിടയിൽ ഏകദേശം 27.5 കോടി കേസുകൾ ഈ ദേശീയ ലോക് അദാലത്തുകൾ വഴി തീർപ്പാക്കിയിട്ടുണ്ട്. 27 കോടി, കൊള്ളാം. അതെ, അപ്പോൾ അതിന്റെ സാധ്യത വലുതാണ്. ഈ ADR സംവിധാനങ്ങളെക്കുറിച്ചും പ്രിലിംസിന് ചോദ്യം വരാം. അപ്പോ പരിഹാരങ്ങളെന്ന നിലയ്ക്ക് ലേഖനം എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നിർദ്ദേശിക്കുന്നത്? ഒന്ന്, ജഡ്ജിമാരുടെ ഒഴിവുകൾ വേഗം നികത്തുക. അതിന് ഒരു അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് AIJS ഒരു സാധ്യതയായി പറയുന്നുണ്ട്. IAS IPS പോലെ. ദേശീയ തലത്തിലൊരു പരീക്ഷ. അതെ. പിന്നെ കോടതികളിലെ ഭൗതിക സൗകര്യങ്ങൾ, ഡിജിറ്റൽ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണം. ഈ കോർട്സ് പ്രോജക്റ്റില്ലേ? ഉണ്ട്. കോടതി നടപടികൾ ഡിജിറ്റൈസ് ചെയ്യുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്തണം. നടപടിക്രമങ്ങളെ കുറച്ചുകൂടി ലളിതമാക്കണം. ഈ അനാവശ്യമായി കേസുകൾ മാറ്റിവെക്കുന്നത് നിയന്ത്രിക്കണം. ശരിയാണ്. പിന്നെ മോഡേൺ കേസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക, ലോക് അദാലത്ത് പോലുള്ള ADR സംവിധാനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ ആ ലോ കമ്മീഷൻ ശുപാർശ നടപ്പാക്കണം. 10 ലക്ഷം പേർക്ക് 50 ജഡ്ജിമാർ എന്ന ലക്ഷ്യം. അതെ, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കണം. ശരി. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നീതിന്യായ രംഗത്തെ കാര്യക്ഷമത എന്നത് വെറും കോടതിയുടെ മാത്രം പ്രശ്നമല്ല. അത് രാജ്യത്തിന്റെ ഭരണ സംവിധാനം, പൗരന്മാർക്ക് ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം, ഇതിനെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജുഡീഷ്യറി ഉണ്ടെങ്കിൽ അത് സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക സമാധാനത്തിനുമൊക്കെ അത്യാവശ്യമാണ്. തീർച്ചയായും. ഈ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ നീതി എങ്ങനെ കൂടുതൽ വേഗത്തിലാക്കാം, ചിലപ്പോൾ സാമൂഹികമായിട്ടോ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചോ പുതിയ എന്തെങ്കിലും വഴികൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്കും ആലോചിക്കാവുന്നതാണല്ലേ? അതെ, അതൊരു നല്ല ചിന്തയാണ്. ഈ ചർച്ചയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. തീർച്ചയായും. അടുത്തതായിട്ട് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്ത നമുക്ക് നോക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ 2024 ആണ്. നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് ഇതിന്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം, അല്ലേ? എന്താണ് ഇതിനെ ഇത്ര ചർച്ചാവിഷയമാക്കുന്നത്? തീർച്ചയായും. ഇത് ശരിക്കും പറഞ്ഞാൽ UPSC പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പ്രിലിംസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി, അതിൽ തന്നെ ഈ മൗലികാവകാശങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 19, പിന്നെ പൊതുസുരക്ഷ, ഗവർണറുടെ അനുമതി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരി. പിന്നെ ആഭ്യന്തര സുരക്ഷാ ഭാഗത്ത് ഈ മാവോയിസം, അർബൻ നക്സലിസം, മുന്നണി സംഘടനകൾ എന്നൊക്കെയുള്ള ആശയങ്ങൾ, അതും പ്രധാനമാണ്. ഓക്കെ. പ്രിലിംസിന് ഇത് കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. അപ്പം മെയിൻസിലോ? അവിടെ എങ്ങനെയാണ് വരുന്നത്? മെയിൻസിൽ വരുമ്പോ ഇത് GS പേപ്പർ 2ൽ വരും. സർക്കാർ നയങ്ങൾ, അതിന്റെ പ്രശ്നങ്ങൾ, മൗലികാവകാശങ്ങൾ, അവിടെയൊക്കെ ഇത് കണക്റ്റഡ് ആണ്. അതുപോലെ GS പേപ്പർ 3,
അതായത് ആഭ്യന്തര സുരക്ഷ, തീവ്രവാദം, അവിടെയും ഇത് വരും. പിന്നെ ഉപന്യാസങ്ങളില് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സുരക്ഷയും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള വിഷയങ്ങൾക്കും സാധ്യതയുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഈ ബില്ലിലേക്ക് തന്നെ വരാം. എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം? സർക്കാർ എന്താണ് പറയുന്നത്? മഹാരാഷ്ട്ര നിയമസഭ പാസാക്കിയ ഈ ബില്ലിന്റെ എന്താ പറയാ പ്രഖ്യാപിത ലക്ഷ്യം അർബൻ നക്സലിസം നേരിടുക എന്നതാണ്. അർബൻ നക്സലിസം. അതെ, അതായത് നഗരങ്ങളിൽ പ്രവർത്തിച്ച് മാവോയിസ്റ്റ് ആശയങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന സംഘടനകളെ നിയന്ത്രിക്കുക. അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ നമ്മുടെ ഈ രേഖകളിൽ കാണുന്നത് പ്രതിപക്ഷവും മനുഷ്യാവകാശ സംഘടനകളും ഇതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയോ അടിച്ചമർത്തൽ, അവ്യക്തത എന്നൊക്കെ. അതെ അതെ, അതാണ് ഇതിലെ പ്രധാന പ്രശ്നം. കാരണം സർക്കാരിന് ഏതൊരു സംഘടനയെയും തോന്നിയാൽ നിയമവിരുദ്ധ സംഘടന എന്ന് പ്രഖ്യാപിക്കാൻ ഈ ബിൽ അധികാരം കൊടുക്കുന്നുണ്ട്. ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ നിയമവിരുദ്ധ പ്രവർത്തനം എന്നതിന്റെ നിർവചനം അത് വളരെ വിശാലമാണ്. എത്രത്തോളം വിശാലമാണ്? അതായത് സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ പൊതുസമാധാനത്തിന് ഭീഷണി ഉണ്ടാക്കുന്നു എന്ന് സർക്കാരിന് തോന്നിയാൽ അതിനെ ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാം. ഓ, അത് കുറച്ച് പ്രശ്നമാണല്ലോ. പിന്നെ ഈ ഉദ്യോഗസ്ഥർക്കൊരു പ്രത്യേക സംരക്ഷണം കൊടുക്കുന്ന കാര്യം, ഗുഡ് ഫെയ്ത്ത് ക്ലോസ്, അതെന്താണ് സംഭവം? അത് ഉദ്യോഗസ്ഥര് നല്ല ഉദ്ദേശത്തോടെ, അതായത് ഇൻ ഗുഡ് ഫെയ്ത്ത് എടുത്ത നടപടികൾക്ക് നിയമപരമായ ഒരു സംരക്ഷണം നൽകുന്ന വ്യവസ്ഥയാണ്. അതിന്റെ പ്രായോഗികമായ അർത്ഥം അവരുടെ നടപടികളെ പിന്നീട് ചോദ്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോ ഇത് ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് അയച്ചിരിക്കുകയാണ്. നമ്മളീ പറഞ്ഞ അർബൻ നക്സലിസം, മുന്നണി സംഘടനകൾ, ഇതൊക്കെ ഇടയ്ക്ക് കേൾക്കുന്ന വാക്കുകളാണ്. എന്നാലും അതൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. പ്രിലിംസിന് ഉപകാരപ്പെടുമല്ലോ. തീർച്ചയായും. ഈ അർബൻ നക്സലിസം എന്നത് നിങ്ങൾ ഓർക്കണം, നിയമപരമായിട്ട് അങ്ങനൊരു നിർവചനമുള്ള വാക്കല്ല ഇത്. ഓക്കേ. ഇത് സർക്കാർ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. നഗരങ്ങളിൽ പ്രവർത്തിച്ച് മാവോയിസ്റ്റ് ആശയങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് സർക്കാർ കരുതുന്നവരെ സൂചിപ്പിക്കാൻ. പക്ഷേ വിമർശകരെ ഒതുക്കാൻ ഇത് ഉപയോഗിക്കുന്നു എന്നൊരു വലിയ ആക്ഷേപം നിലവിലുണ്ട്. ശരി, അപ്പോ മുന്നണി സംഘടനകൾ എന്നതോ? അത് ഇപ്പൊ നിരോധിക്കപ്പെട്ട സംഘടനകളുണ്ടല്ലോ, അവർക്ക് നേരിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? നിയമപരമായി പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളുടെ മറവിൽ, ചിലപ്പോൾ വിദ്യാർത്ഥി സംഘടനകളാവാം, മനുഷ്യാവകാശ സംഘടനകളാവാം, അവയെ ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കും. അത്തരം സംഘടനകളെയാണ് ഈ മുന്നണി സംഘടനകൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. നിയമസഭയിൽ ഇത് ശബ്ദവോട്ടോടെയാണ് പാസാക്കിയത് എന്നും കാണുന്നുണ്ട്. അതെ, അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ മെയിൻസ് പരീക്ഷയുടെ ആ ഒരു വലിയ ക്യാൻവാസിൽ നോക്കുമ്പോൾ ഇത് മഹാരാഷ്ട്രയിലെ ഒരു നിയമം എന്നതിനപ്പുറം രാജ്യത്ത് മൊത്തത്തിൽ കാണുന്നൊരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുമോ? അതായത് ഈ സുരക്ഷയും വ്യക്തിസ്വാതന്ത്ര്യവും തമ്മിലുള്ളൊരു തർക്കം. വളരെ ശരിയാണ്. ഇത് കൃത്യമായും ആ ഒരു സെക്യൂരിറ്റി വേഴ്സസ് ലിബർട്ടി എന്ന വലിയ ഡിബേറ്റിന്റെ ഭാഗമാണ്. നോക്കൂ, ഒരു വശത്ത് സർക്കാരിന്റെ വാദം രാജ്യസുരക്ഷ പ്രധാനം, മാവോയിസ്റ്റ് ഭീഷണി ഒരു യാഥാർത്ഥ്യമാണ്, അവരുടെ നഗരങ്ങളിലെ നെറ്റ്വർക്കുകളെ തകർക്കണം, അതിന് ശക്തമായ നിയമം വേണം എന്നൊക്കെയാണ്. നിലവിലെ നിയമങ്ങൾ പോരാ എന്നും അവർ പറയുന്നു. പക്ഷേ മറുവശത്ത് നമ്മുടെ മൗലികാവകാശങ്ങളുടെ കാര്യം, ഈ രേഖകളിലൊക്കെ അതാണല്ലോ പ്രധാനമായും പറയുന്നത്. ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യം, പിന്നെ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം, ഇതൊക്കെ ലംഘിക്കപ്പെടുമോ എന്ന ഭയം. അതെ, അതുതന്നെയാണ് പ്രധാന ആശങ്ക. കാരണം ഈ നിയമത്തിലെ നിർവചനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞുപോലെ വളരെ അവ്യക്തമാണ്. അപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെ? അതായത് സർക്കാരിനെ വിമർശിക്കുന്നവരെ, ആക്ടിവിസ്റ്റുകളെ, ചിലപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ, അവരെയൊക്കെ നിശബ്ദരാക്കാൻ ഈ നിയമം ഉപയോഗിച്ചേക്കാം. അക്രമത്തെ തടയുന്നതിന് പകരം വിയോജിപ്പുകളെ അടിച്ചമർത്താനുള്ള ഒരു ടൂളായി ഇത് മാറുമോ എന്നതാണ് പേടി. ശരിയാണ്. അപ്പോൾ ഇതിലൊരു ശരിയായ ബാലൻസ് എങ്ങനെ കണ്ടെത്താം? ഒരു UPSC ഉത്തരം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത്? നോക്കൂ, സുരക്ഷാ ഭീഷണികൾ നമ്മൾ കാണാതിരിക്കരുത്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുള്ള പരിഹാരം നമ്മുടെ ഭരണഘടന നൽകുന്ന ഉറപ്പുകളെ ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വളരെ വ്യക്തമായിരിക്കണം, കൃത്യത വേണം, ദുരുപയോഗം തടയാനുള്ള വഴികൾ അതിൽ തന്നെ ഉണ്ടാവണം. പിന്നെ പുതിയ കടുത്ത നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളുണ്ടല്ലോ, IPC, UAPA പോലുള്ളവ,
അത് ശരിയായ രീതിയിൽ നിഷ്പക്ഷമായി നടപ്പാക്കിയാൽ പോരെയെന്നൊരു വാദവുമുണ്ട്. ശരി ശരി. പിന്നെ ഗവർണർക്ക് ഇതിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കാം. പിന്നീട് കോടതികൾക്കും ഇതിൽ വലിയൊരു റോളുണ്ട്. അതെ. അപ്പോൾ ഈ മഹാരാഷ്ട്ര ബില്ലിനെ കുറിച്ചുള്ള നമ്മുടെ ഈ വിശകലനം ശരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ പൗരന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നതും എത്ര പ്രധാനമാണെന്ന്. നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാം. സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കാൻ തയ്യാറാവണം എന്നത് എപ്പോഴും പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. ശരിയാണ്. അപ്പോ ഈ വിഷയത്തിലെ പ്രധാന പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു എന്ന് കരുതുന്നു. അതെ. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം. ദി ഹിന്ദു പത്രത്തിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രളയവും ചേരികളും, ആഗോള തെക്കിന്റെ ദുരിതം. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഗൗരവം അത് വളരെ വലുതാണ്. നമ്മളിതിന്റെ വ്യാപ്തി, പ്രത്യേകിച്ച് ഇന്ത്യയിലെ അവസ്ഥ, പ്രത്യാഘാതങ്ങൾ, പിന്നെ പരിഹാരങ്ങൾ ഇതൊക്കെയാണ് നോക്കുന്നത്. പിന്നെ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രിലിംസിന് ദുരന്ത നിവാരണം, ജോഗ്രഫി, എൻവയൺമെന്റ്, ഗവർണൻസ് ഇതിലൊക്കെ വരും. മെയിൻസിനാണെങ്കിൽ GS പേപ്പർ 1, 3, 2. അതായത് നഗരവൽക്കരണം, ദാരിദ്ര്യം, ദുരന്ത നിവാരണം, പിന്നെ ഈ ദുർബല വിഭാഗങ്ങൾ, അങ്ങനെ പലതിലും ഇത് കണക്റ്റഡാണ്. ശരി, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. പുതിയ പഠനം പറയുന്നത് ഒരു ഞെട്ടിക്കുന്ന കണക്കാണല്ലേ. ഗ്ലോബൽ സൗത്തിലെ ചേരികളിൽ ഏതാണ്ട് 1/3 വീടുകൾ, 33%, വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ്. അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ചേരി നിവാസികൾ, ഈ പറയുന്ന അപകടകരമായ അവസ്ഥയിൽ ജീവിക്കുന്നത് അത് ഇന്ത്യയിലാണ്. ഓ, ഇന്ത്യയിലാണോ കൂടുതൽ? അതെ, 158 ദശലക്ഷത്തിലധികം ആളുകൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ കേരളത്തിന്റെ ജനസംഖ്യയുടെ ഏകദേശം 5 ഇരട്ടിയോളം വരും അത്. ഭയങ്കരം തന്നെ. പ്രധാനമായും ഗംഗാ ഡെൽറ്റ പോലുള്ള പ്രദേശങ്ങളിലാണ് ഈ ഒരു സാന്ദ്രത കൂടുതലായി കാണുന്നത്. ഇതിന്റെ കാരണം എന്താ പറയാ, വ്യക്തമാണ്. അവിടെ ഭൂമിക്ക് വില കുറവാണ്, വീടുകൾക്ക് വാടക കുറവാണ്, പിന്നെ തൊഴിലിടങ്ങളുമായിട്ടൊരു അടുപ്പമുണ്ട്. അപ്പോൾ അവർക്ക് വേറെ വഴിയില്ല. ഇത് ചിലപ്പോൾ സമ്പന്ന രാജ്യങ്ങളിലൊക്കെ ആളുകൾക്ക് ഇൻഷുറൻസ് കിട്ടുന്നതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവാം. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഇതൊരു നിർബന്ധിത അവസ്ഥയാണ്, ഗതികേടുകൊണ്ട് സംഭവിക്കുന്നതാണ്. ശരിയാണ്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മാത്രം പോരാ. ഈ പഠനം തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യ കേന്ദ്രീകൃത സമീപനം വേണമെന്ന്. ഈ ദുർബല വിഭാഗങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. തീർച്ചയായും. പ്രത്യേകിച്ചും ഈ ഐക്യരാഷ്ട്രസഭയുടെ SDGs, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അതിന്റെ 2030 ഡെഡ്ലൈനൊക്കെ അടുത്തു വരുമ്പോൾ ഇതിന് പ്രാധാന്യം കൂടുകയാണല്ലേ. അതെ അതെ. അതുപോലെ ഈ പഠനത്തിന് മെഷീൻ ലേണിംഗ് പോലുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ചു എന്നതും അതും ശ്രദ്ധേയമാണ്. പിന്നെ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി ഓർക്കേണ്ട ചില കാര്യങ്ങൾ, ചില കോർ കോൺസെപ്റ്റ്സ്. ഒന്ന്, ചേരികൾ, അതായത് ഇൻഫോർമൽ സെറ്റിൽമെന്റ്സ്. നിയമപരമായ ഉടമസ്ഥാവകാശം ഉണ്ടാവില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, കറണ്ട്, ഡ്രെയിനേജ് അതൊക്കെ വളരെ കുറവായിരിക്കും. 2, പ്രളയസമതലം അഥവാ ഫ്ലഡ് പ്ലെയിൻ. നദി കരകവിയുമ്പോൾ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലം. പിന്നെ ഗ്ലോബൽ സൗത്ത്, അത് വികസ്വര അവികസിത രാജ്യങ്ങളെ പൊതുവെ പറയുന്നതാണ്. അതുപോലെ SDGs, അതിൽ ഗോൾ 11 സസ്റ്റൈനബിൾ സിറ്റീസ്, ഗോൾ 13 ക്ലൈമറ്റ് ആക്ഷൻ. ഇത് രണ്ടും ഈ വിഷയവുമായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ ഈ ഹ്യൂമൻ സെൻട്രിക്, ലൊക്കേഷൻ ഫോക്കസ്ഡ് സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതെങ്ങനെയാണ്? ഇപ്പോ വലിയൊരു പ്രായഭിത്തി കെട്ടുന്നത് ഒരു ലൊക്കേഷൻ ഫോക്കസ്ഡ് അപ്രോച്ചാണ്. ആ സ്ഥലത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണല്ലോ ലക്ഷ്യം. പക്ഷെ അവിടെ താമസിക്കുന്നവരെ പ്രശ്നങ്ങള്, അവരുടെ ദുർബലാവസ്ഥകള് അതൊക്കെ പരിഗണിച്ച് അവരുടെ വീടുകൾ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ പരിഹാരമുണ്ടാക്കുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തുക. അതാണ് ഹ്യൂമൻ സെൻട്രിക്. മനസ്സിലായി. അപ്പൊ ഏതാണ് കൂടുതൽ നല്ലത് എന്നൊരു ചോദ്യം വരും. അതെ, ദീർഘകാലത്തേക്ക് ഏതാണ് ഫലപ്രദം? ശരിയാണ്. ഇനി മെയിൻസിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ കണ്ടെത്തലുകൾ ഇത് ഇന്ത്യയിലെ നഗരവൽക്കരണത്തിന്റെ പ്രശ്നങ്ങൾ ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ടല്ലേ. മുംബൈ, ചെന്നൈ പോലുള്ള വലിയ നഗരങ്ങൾ, ഒരുപാട് പേരങ്ങോട്ട് തൊഴിൽ തേടി വരുന്നു, കുടിയേറ്റ തൊഴിലാളികൾ. പക്ഷെ അവർക്ക് താമസിക്കാൻ താങ്ങാനാവുന്ന വിലയ്ക്ക് നല്ല സൗകര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അവരെവിടെ പോകും? ശരിയാണ്. അവസാനം ഈ ചേരികളിലേക്ക് എത്തുന്നു, അതും ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിൽ, നദീതീരങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ. അതെ. അപ്പോ
ഇതിനെ നമ്മളൊരു വലിയ ചിത്രത്തിൽ കാണണം. ഇന്ത്യയിലെ ഈ നഗരങ്ങളിലെ വെള്ളപ്പൊക്കം അതൊരു പ്രകൃതി ദുരന്തം മാത്രമല്ല, ഒരു മനുഷ്യനിർമ്മിത ദുരന്തം കൂടിയാണ്. അതിന് ഈ സാമൂഹിക അനീതിയുടെ അസമത്വത്തിൻ്റെയൊക്കെ ഒരു തലം കൂടിയുണ്ട്. കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൊഴില്, പിന്നെ കുറഞ്ഞ ജീവിതച്ചെലവ്. പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമാണ്. ഓരോ വെള്ളപ്പൊക്കം വരുമ്പോഴും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ ദുർബല വിഭാഗങ്ങളാണ്. വീട് നഷ്ടപ്പെടുന്നു, സാധനങ്ങൾ പോകുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇതൊരു ബ്ലൈൻഡ് കോലോ അല്ലെങ്കിൽ വിഷസ് സൈക്കിൾ എന്ന് പറയില്ലേ, അതുപോലെയാണ്. അതെ, ദാരിദ്ര്യത്തിന്റെ ഒരു വിഷമവൃത്തം. അതെ, പ്രളയം അവരെ കൂടുതൽ ദരിദ്രരാക്കുന്നു. അടുത്ത പ്രളയത്തിൽ അവർ കൂടുതൽ ദുർബലരായിരിക്കും. ഇതിങ്ങനെ തുടരും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ. അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം? അത് വെറും ഭിത്തികെട്ടലോ അല്ലെങ്കിൽ അവരെ അവിടുന്ന് ഒഴിവിപ്പിക്കുന്നതോ അല്ല. കൂടുതൽ മാനുഷികമായ ഒരു സംയോജിത സമീപനം തന്നെ വേണം. തീർച്ചയായും. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരാസൂത്രണം. എല്ലാവർക്കും താങ്ങാനാവുന്ന സുരക്ഷിതമായ വീടുകൾ ഉറപ്പാക്കണം. 2, സാറ്റലൈറ്റ് ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് റിസ്ക് എവിടെയൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. 3, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഈ ചേരി നിവാസികളെ കൂടി പങ്കാളികളാക്കണം. അവരുടെ അറിവും അനുഭവവും പ്രധാനമാണ്. ശരിയാണ്. 4, ചേരികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഡ്രെയിനേജ്, ശുദ്ധജലം അതൊക്കെ മെച്ചപ്പെടുത്തണം. ചുരുക്കി പറഞ്ഞാൽ, ദുരന്തം വന്ന ശേഷം ഓടുന്നതിന് പകരം ഈ ഏറ്റവും ദുർബലരായ ആളുകൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു നീതിയുക്തമായ ദുരന്ത സാധ്യത ലഘൂകരണത്തിലേക്ക് നമ്മൾ മാറണം. അപ്പോ നമ്മളിന്ന് കണ്ടത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ചേരി നിവാസികൾ നേരിടുന്ന ഒരു വലിയ ഭീഷണിയാണ് ഈ വെള്ളപ്പൊക്കം. ഇതിനെ നേരിടാൻ സാങ്കേതികവിദ്യ മാത്രം പോരാ. മനുഷ്യത്വപരമായ, നീതിയിലധിഷ്ഠിതമായ ഒരു നയപരമായ മാറ്റം തന്നെ വേണം. അതെ, ഇത് വെറുമൊരു കണക്കല്ല. നഗരവൽക്കരണം, കാലാവസ്ഥാമാറ്റം, സാമൂഹിക സമത്വം, ഇതിനെയൊക്കെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നഗരങ്ങൾ വളരുമ്പോൾ തന്നെ അവിടുത്തെ ഏറ്റവും ദുർബലരായ പൗരന്മാരുടെ സുരക്ഷയും അന്തസ്സും എങ്ങനെ ഉറപ്പാക്കാം? ഇതൊരു വലിയ ചോദ്യമാണ്. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാം. ശരി, ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ത്യയിലെ വലിയ ജനക്കൂട്ടങ്ങളെ നിയന്ത്രിക്കുന്നതിലെ ആ ഒരു തുടർച്ചയായ വെല്ലുവിളികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഹരിദ്വാറിലും പിന്നെ ബറാബാങ്കിയിലും ഈ അടുത്ത കാലത്ത് നടന്ന ചില ദുരന്തങ്ങൾ. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലേ, എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നതെന്ന്? തീർച്ചയായും ഈ ദുരന്തങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാണാൻ പറ്റില്ല. പലപ്പോഴും ഈ മതപരമായ സമ്മേളനങ്ങളിലൊക്കെ ആൾക്കൂട്ട നിയന്ത്രണത്തിൽ ചില പാളിച്ചകൾ വരുന്നുണ്ട്. ചിലപ്പോൾ അഭ്യൂഹങ്ങൾ പരക്കും, അല്ലെങ്കിൽ ആളുകൾക്കൊരു പരിഭ്രാന്തി വരും. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം. താങ്കൾ പങ്കുവച്ച ലേഖനത്തിൽ പറയുന്ന ആ താൽക്കാലിക വയറിംഗ് പോലുള്ള കാര്യങ്ങൾ, അല്ലേ? അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഈ തിക്കും തിരക്കും, അതായത് സ്റ്റാമ്പീഡ് എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഈ സ്റ്റാമ്പീഡ് എന്ന് പറയുമ്പോൾ അതൊരു വെറും തിരക്കല്ല. ആളുകൾ പേടിച്ചോടുമ്പോൾ വീഴുന്നവരെ ചവിട്ടിയും ശ്വാസം മുട്ടിയുമൊക്കെ മരണം സംഭവിക്കുന്ന ഒരു ഗുരുതരമായ അവസ്ഥയാണ്. പിന്നെ ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMA അവരുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും പലപ്പോഴും പാലിക്കപ്പെടാതെ പോകുന്നത്? ശരിയാണ്, അതാണ് ഇതിലെ പ്രധാന പ്രശ്നം. NDMAയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, പക്ഷേ അതിനൊരു നിയമപരമായ പിൻബലമില്ല. ലീഗലി ബൈൻഡിംഗ് അല്ല. അപ്പോൾ നിയമം മൂലം നിർബന്ധമല്ല എന്നാണോ? അതെ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ട്രസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റു സംഘാടകർ അവരതത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പലപ്പോഴും ഒരു സ്ഥലത്തിന് എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റും, ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി, അതൊന്നും പലപ്പോഴും നോക്കാറില്ല. പിന്നെ ദുരന്തം കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കുക, അതിലാണ് കൂടുതൽ ശ്രദ്ധ, അല്ലാതെ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിലല്ല. കോമ്പൻസേഷൻ ഓവർ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ശരി, ഈ NDMA കുറിച്ച് പറഞ്ഞല്ലോ. UPSC പരീക്ഷയുടെ ഒരു പ്രിലിംസ് കാഴ്ചപ്പാടിൽ ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ദുരന്ത നിവാരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ്. പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. അതുപോലെ ഈ ആൾക്കൂട്ട നിയന്ത്രണം, ക്രൗഡ് മാനേജ്മെന്റ്, അതായത് ജനക്കൂട്ടത്തെ പ്ലാൻ ചെയ്ത് നിയന്ത്രിക്കുന്നത്, അതും പ്രിലിംസിന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്.
അതെ. ഇപ്പോ ഈ ലൈഡാർ, AI ക്യാമറകൾ പോലെയുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചും കേൾക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് സഹായിക്കുക? അവിടെയാണ് ടെക്നോളജിയുടെ ഒരു സാധ്യത വരുന്നത്. ലൈഡാർ വെച്ചിട്ട് ഒരു സ്ഥലത്തിന്റെ വളരെ കൃത്യമായ ഒരു 3D മാപ്പ് ഉണ്ടാക്കാൻ പറ്റും. എവിടെയാണ് ആളുകൾ കൂടാൻ സാധ്യത, എവിടെയാണ് അപകടം പറ്റാൻ സാധ്യതയുള്ള പിഞ്ച് പോയിന്റ്സ്, അതൊക്കെ മുൻകൂട്ടി കാണാൻ പറ്റും. ശരി ശരി. പിന്നെ AI ക്യാമറകൾ, അതിന് ലൈവായിട്ട് ആളുകളുടെ എണ്ണം, സാന്ദ്രത ഇതൊക്കെ നിരീക്ഷിക്കാൻ പറ്റും. ഒരു പരിധിയിൽ കൂടുതൽ ആളായാൽ അപ്പോൾ തന്നെ മുന്നറിയിപ്പ് തരും. ഇതൊക്കെ സയൻസ് ആൻഡ് ടെക് ഭാഗത്ത് ഓർത്തിരിക്കേണ്ടതാണ്. പക്ഷേ വിഷമം എന്താന്ന് വെച്ചാൽ ഈ സാധ്യതകളൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നതാണ്. അപ്പോ അപകടം വരാൻ സാധ്യതയുണ്ടെന്നറിയാം, ടെക്നോളജിയുണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അവഗണിക്കുന്നൊരു രീതി. ഇതിനെയാണോ അപകടങ്ങളെ സാധാരണവൽക്കരിക്കൽ അഥവാ നോർമലൈസേഷൻ ഓഫ് ഡീവിയൻസ് എന്ന് പറയുന്നത്? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. മെയിൻസ് പരീക്ഷയുടെ ഉത്തരങ്ങളിലൊക്കെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് GS പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതായത് അപകട സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കാറ് എന്നൊരു മനോഭാവം. നമ്മൾ കുംഭമേള പോലുള്ള വലിയ പരിപാടികളൊക്കെ വിജയകരമായി നടത്തിയിട്ടുണ്ട്. അതൊരു അനുഭവ സമ്പത്താണ്. ശരിയാണ്. പക്ഷേ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കുന്നതിന് പകരം ഓരോ തവണയും താൽക്കാലികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ, ആ ഒരു രീതി, അതിനെ കൾച്ചർ ഓഫ് അഡ്ഹോക്കിസം എന്ന് പറയാം. ഇതൊക്കെ GS പേപ്പർ 2 ഗവേണൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോ തിയറിയില് NDMA ഒക്കെ ഉണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ നിയമ പിൻബലമില്ലായ്മ, താൽക്കാലിക പരിപാടികൾ, പിന്നെ നിയമം നടപ്പാക്കുന്നതിലെ വീഴ്ചകൾ, ഉത്തരവാദിത്തം ഉറപ്പാക്കാത്തത്, ടെക്നോളജി ഉപയോഗിക്കാത്തത്. എന്താണിതിനൊരു പരിഹാരം? മുന്നോട്ടെങ്ങനെ പോകാം? പരിഹാരം എന്താ പറയുക, വ്യക്തമാണ്. പക്ഷെ നടപ്പാക്കാനൊരു ഇച്ഛാശക്തി വേണം. ഒന്നാമതായിട്ട് ഈ NDMA മാർഗനിർദ്ദേശങ്ങൾ അതിന് നിയമപരമായൊരു സാധുത കൊടുക്കണം. ലംഘിച്ചാൽ ശിക്ഷ ഉറപ്പാക്കണം. ഓക്കെ. രണ്ടാമത്, വലിയ പരിപാടികൾ നടക്കുമ്പോൾ ഒരു ഏകീകൃത കമാൻഡ് സിസ്റ്റം, ഒരു സിംഗിൾ ഇൻസിഡന്റ് കമാൻഡ് സ്ട്രക്ചർ, അത് നിർബന്ധമാക്കണം. മൂന്നാമതായി ഈ ലൈഡാർ, AI പോലുള്ള ടെക്നോളജികൾ അത് നിർബന്ധമായി ഉപയോഗിക്കണം. വെറുതെ പ്രോത്സാഹിപ്പിച്ചാൽ പോരാ. പിന്നെ ഉദ്യോഗസ്ഥർക്കും വോളണ്ടിയർമാർക്കും നല്ല ട്രെയിനിങ് കൊടുക്കണം. മോക്ക് ഡ്രില്ലുകൾ നടത്തണം. ശരിയാണ്. ഏറ്റവും പ്രധാനമായി നഷ്ടപരിഹാരം മാത്രം പോരാ. ദുരന്തത്തിന് ആരാണോ ഉത്തരവാദി അവരെ കണ്ടെത്തണം, നടപടിയെടുക്കണം. വെറുതെ പ്രതികരിക്കുന്നതിന് പകരം കൂടുതൽ പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വേണം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നിയമങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ. അത് നടപ്പാക്കാനും ഉത്തരവാദിത്തം ഉറപ്പാക്കാനും ഒരു സിസ്റ്റം വേണം. അതോടൊപ്പം ടെക്നോളജി പൂർണ്ണമായും ഉപയോഗിക്കണം. അതാണല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം? തീർച്ചയായും. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യയിൽ ഇത്തരം വലിയ ഒത്തുചേരലുകൾക്ക്, അത് മതപരമോ രാഷ്ട്രീയമോ എന്തുമാവട്ടെ, അതിന് വലിയൊരു സാംസ്കാരിക സാമൂഹിക പ്രാധാന്യമുണ്ട്. ഉണ്ട്. അപ്പോ ഈ പാരമ്പര്യങ്ങളെയും ആളുകളുടെ പങ്കാളിത്തത്തെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സുരക്ഷാ നിയമങ്ങൾ എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കാം, അതൊരു വലിയ വെല്ലുവിളിയാണ്. നിങ്ങൾക്കും ആലോചിക്കാവുന്ന ഒരു കാര്യമാണത്. അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. ശരി. അപ്പോൾ ഈ വിഷയത്തിലുള്ള നമ്മുടെ ഈയൊരു വിശകലനം നമുക്കിവിടെ നിർത്താം. അടുത്തതായിട്ട് നമുക്ക് ദ ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ചർച്ച ചെയ്യാം. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്വർണത്തെക്കുറിച്ചുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പുതിയ സ്റ്റഡിയാണ്. നേച്ചർ ജേർണലിൽ വന്ന റിപ്പോർട്ടല്ലേ? അതെ. അതിവേഗം ചൂടാക്കുമ്പോൾ സ്വർണം എങ്ങനെ പെരുമാറും എന്നതിനെപ്പറ്റി നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങളാണിതിൽ പറയുന്നത്. ശരിക്കും കൗതുകം തോന്നി. ശരിയാണ്. ഇത് UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജി, അതിൽ തന്നെ ഫിസിക്സ്, തെർമോഡൈനാമിക്സ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പിന്നെ മെറ്റീരിയൽ സയൻസ്, ഈ ഭാഗത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പഠനത്തിലെ കണ്ടെത്തലുകളും അതിന്റെ പിന്നിലെ ശാസ്ത്രീയ കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്വർണം അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, അതായത് ഉരുകുന്ന ആ ഒരു ടെമ്പറേച്ചർ. അതെ, ദ്രവണാങ്കം. ആ ദ്രവണാങ്കത്തിന് മുകളിൽ ചൂടാക്കിയാലും അത് ഖരാവസ്ഥയിൽ സോളിഡായിട്ട് തന്നെ ഇരിക്കുമെന്നാണോ? സാധാരണ അങ്ങനെ സംഭവിക്കാറില്ലല്ലോ. സാധാരണയില്ല. പക്ഷേ ഇവിടെ ഒരു പക്ഷേയുണ്ട്. വളരെ വളരെ വേഗത്തിൽ ചൂടാക്കണം. അതാണ് പ്രധാനം. ഓഹോ, ആ വേഗതയാണല്ലേ പ്രധാനം. അതെ, സ്വർണത്തിന്റെ വളരെ നേർത്ത പാളികൾ, നാനോഫിലിംസ് എന്ന് പറയും, അതിലേക്ക് അതിശക്തമായ ലേസർ രശ്മികൾ ഉപയോഗിച്ച്
ഒരു സെക്കൻഡിന്റെ വളരെ ചെറിയൊരംശം സമയം കൊണ്ട് ഭയങ്കരമായി ചൂട് കൊടുക്കുകയാണ്. ഇതിനെയാണ് സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചൂടായിട്ടും ഇത് ഉരുകിപ്പോയോ ഇല്ലയോ എന്നറിയാൻ അവർ എക്സ്റേ ടെക്നോളജി ഉപയോഗിച്ചു. അതും വളരെ വേഗതയുള്ള എക്സ്റേ. അപ്പൊ ശരിക്കും അത് സോളിഡ് ആയിട്ട് തന്നെ ഇരുന്നു എന്ന് കണ്ടുപിടിച്ചു. അതെ, അത്ഭുതം അതാണ്. ദ്രവണാംഗം കഴിഞ്ഞിട്ടും അത് ഖരാവസ്ഥയിൽ തന്നെ തുടർന്നു, ആ ഒരു ചെറിയ സമയത്തേക്ക്. ഇത് ശരിക്കും പണ്ട് തൊട്ടേയുള്ള ചില തിയറികളെ ചോദ്യം ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. പ്രധാനമായും എൻട്രോപ്പി കറ്റാസ്ട്രോഫി എന്നൊരു സിദ്ധാന്തമുണ്ട്. അതിനെ ഇത് ശരിക്കും വെല്ലുവിളിക്കുന്നുണ്ട്. എൻട്രോപ്പി കറ്റാസ്ട്രോഫി അതെന്താണ്? അതുണ്ടല്ലോ, തെർമോഡൈനാമിക്സിന്റെ രണ്ടാം നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ലളിതമായി പറഞ്ഞാൽ എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലെ ക്രമമില്ലായ്മ, ഒരു ഡിസോർഡർ അളക്കുന്ന ഒന്നാണ്. ഓക്കെ. ഖരവസ്തുവിന് തന്മാത്രകളൊക്കെ അടുക്കും ചിട്ടയിലുമായതുകൊണ്ട് എൻട്രോപ്പി കുറവായിരിക്കും. ദ്രാവകമാകുമ്പോൾ കുറച്ചുകൂടി ഡിസോർഡർ ആകും, എൻട്രോപ്പി കൂടും. അപ്പൊ ഈ പഴയ സിദ്ധാന്തം പറഞ്ഞത് ഒരു വസ്തുവിനെ സൂപ്പർ ഹീറ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്, ഒരു എൻട്രോപ്പി പരിധിയുണ്ട് എന്നായിരുന്നു. ആ പരിധി കഴിഞ്ഞാൽ അത് ദ്രാവകമായേ പറ്റൂ. പക്ഷെ ഈ പഠനം കാണിക്കുന്നത് അതിവേഗം ചൂടാക്കുമ്പോൾ സ്വർണത്തിന് ആ പഴയ ലിമിറ്റിനും അപ്പുറം ഊർജം ഉൾക്കൊണ്ട് ഖരാവസ്ഥയിൽ നിൽക്കാൻ പറ്റുമെന്നാണ്. അപ്പോ ആ പഴയ എൻട്രോപ്പി ലിമിറ്റ് അത്ര കൃത്യമല്ലെന്ന് വരുന്നു അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ്. അതെ, ആ ധാരണകളെ ഇത് ചോദ്യം ചെയ്യുന്നു. ഇതിനെന്തെങ്കിലും പ്രായോഗിക ഉപയോഗങ്ങളുണ്ടാവുമോ? അതായത് ഇങ്ങനെ ഒരു പ്രതിഭാസം നടക്കുന്നു എന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് മെറ്റീരിയൽ സയൻസിലോ മറ്റോ? തീർച്ചയായും സാധ്യതകളുണ്ട്. ഇപ്പോ വളരെ കഠിനമായ സാഹചര്യങ്ങൾ, പെട്ടെന്നുള്ള വലിയ താപനില വ്യതിയാനങ്ങൾ ഒക്കെ താങ്ങാൻ പറ്റുന്ന പുതിയതരം മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ ഇത് ചിലപ്പോൾ എഞ്ചിനീയർമാർക്കൊരു പ്രചോദനമായേക്കാം. ഉദാഹരണത്തിന് ചിലപ്പോൾ ഭയങ്കര ചൂടുള്ള അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളിലേക്കുള്ള പേടകങ്ങളുടെ ഭാഗങ്ങളുണ്ടാക്കാൻ, അല്ലെങ്കിൽ അത്രയും തീവ്രമായ താപനില വരുന്ന ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ. അതായത് ഒരു വസ്തുവിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ മാറ്റാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്ന അറിവ് പുതിയ ഡിസൈനുകൾക്ക് വഴി തുറന്നേക്കാം. അപ്പോ UPSC പ്രിലിംസ് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നവർ എന്തൊക്കെ പ്രധാന ആശയങ്ങളാണ് ഇതിൽ നിന്ന് ഓർത്തിരിക്കേണ്ടത്? കോർ കോൺസെപ്റ്റ്സ്. ഓക്കെ. പ്രധാനമായിട്ടും ദ്രവ്യത്തിന്റെ അവസ്ഥകൾ, ഖരം, ദ്രാവകം, പിന്നെ മെൽറ്റിംഗ് പോയിന്റ് എന്ന ആശയം. പക്ഷെ അത് അബ്സലൂട്ടല്ല, ചില സാഹചര്യങ്ങളിൽ മാറാമെന്നുള്ള പോയിന്റ്. ശരി. പിന്നെ തെർമോഡൈനാമിക്സ്, അതിലെ രണ്ടാം നിയമം, പിന്നെ ഈ എൻട്രോപ്പി എന്ന കോൺസെപ്റ്റ്, നാനോ മെറ്റീരിയൽസിന്റെ പ്രത്യേകതകളും ഇതിലേക്ക് വരുന്നുണ്ട്. നാനോ പാർട്ടിക്കിൾസിന്റെ സ്വഭാവം. അതെ. ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം അതിവേഗം ചൂടാക്കുക പോലുള്ള എക്സ്ട്രീം കണ്ടീഷനുകളിൽ വസ്തുക്കൾ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെയല്ല പെരുമാറുക എന്നുള്ളതാണ്. ശരിയാണ്. സ്വർണത്തിലെ ഈ സൂപ്പർ ഹീറ്റിംഗിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വിജ്ഞാനപ്രദമായിരുന്നു. ഒരു വസ്തുവിന് എത്രത്തോളം എനർജി താങ്ങാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ ഇതൊന്ന് പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതെ. ഇനിയിപ്പോ ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ നയങ്ങളെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത ദി ഹിന്ദു പത്രത്തിൽ നിന്ന് നമുക്കടുത്തതായി നോക്കാം. നമസ്കാരം. ദി ഹിന്ദു പത്രത്തിലെ ഒരു പ്രധാന വാർത്ത നമുക്കിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം, അല്ലേ? വനിതാ ചെസ് ലോകകപ്പ്. അതെ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ യുവതാരം ദിവ്യ ദേശ്മുഖിന്റെ ആ ഒരു കിരീട നേട്ടം. അതെ, അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ വിജയത്തിന്റെ ഒരു പ്രാധാന്യം, പിന്നെ മത്സരപരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് UPSCക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെയൊക്കെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് നോക്കാം. തീർച്ചയായും. UPSC പ്രിലിംസ് പരീക്ഷയുടെ കാര്യം നോക്കുമ്പോൾ കറന്റ് അഫയേഴ്സിൽ, അതായത് ദേശീയവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള സംഭവങ്ങൾ എന്നൊരു ഭാഗമുണ്ടല്ലോ. ഉണ്ട്. അതിൽ സ്പോർട്സ്, അവാർഡ്സ്, വാർത്തകളിലെ വ്യക്തികൾ അതൊക്കെ വരും. അപ്പോ ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ ദിവ്യയുടെ ഈ നേട്ടം വളരെ വളരെ പ്രസക്തമാണ്. ഇതൊരു ഒറ്റപ്പെട്ട വിജയമായി കാണാനും പറ്റില്ല. ശരിയാണ്. ഇന്ത്യൻ ചെസ്സിന്റെ ഒരു വളർച്ച അതിന്റെ സൂചകം കൂടിയാണ്. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ദിവ്യയുടെ ഈ വിജയത്തിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? ജോർജിയയിലെ ബട്ടൂമിയിൽ വെച്ചായിരുന്നു അല്ലേ മത്സരം? അതെ, ബട്ടൂമിയിൽ വെച്ചായിരുന്നു. ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ വളരെ സീനിയർ പ്ലെയറായ കൊനേരു ഹംപിയാണ് ദിവ്യ തോൽപ്പിച്ചത്. അതൊരു വലിയ കാര്യമാണ്. കൊനേരു ഹംപി വലിയ പേരാണല്ലോ. തീർച്ചയായും. ഇന്ത്യൻ വനിതാ ചെസ്സില്
എന്താ പറയാ, പുതിയ താരങ്ങൾ വരുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണിത്. ഒരു ജനറേഷൻ ഷിഫ്റ്റ് പോലെ. ശരിയാണ്. പിന്നെ ഈ വിജയത്തോടെ ദിവ്യ ഇന്ത്യയുടെ 88ാമത് ഗ്രാൻഡ് മാസ്റ്റർ, അതായത് GMI എന്നതും വലിയ വാർത്തയല്ലേ? അതെ, അതും പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊനേരു ഹംപി, ദ്രോണവല്ലി ഹരിക, പിന്നെ അടുത്ത കാലത്ത് വൈശാലി, ഇവർക്ക് ശേഷം ഈ പദവി നേടുന്ന 4ാമത്തെ ഇന്ത്യൻ വനിതയാണ് ദിവ്യ. ആ, 4ാമത്തെ ആൾ. അതെ. ശരിക്കും പറഞ്ഞാൽ പുരുഷതാരങ്ങൾ ഇത്രയധികമുള്ള ഇന്ത്യയിൽ നിന്ന് വനിതാ ഗ്രാൻഡ് മാസ്റ്റർമാരുടെ എണ്ണം അത് ഇപ്പോഴും കുറവാണെന്ന് തോന്നുന്നു. അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതൊരു നല്ല പോയിന്റാണ്. വേറൊന്ന്, വിശ്വനാഥൻ ആനന്ദിനു ശേഷം ഈ ചെസ് ലോകകപ്പ് നേടുന്ന 2ാമത്തെ ഇന്ത്യക്കാരിയാണ് ദിവ്യ. അതും ഓർക്കണം. ഓ, ശരിയാണല്ലോ. വിശ്വനാഥൻ ആനന്ദിനു ശേഷം 2ാമത്തെ ആൾ. അതെ. ഇതിനെല്ലാം അപ്പുറം ഈ ലോകകപ്പ് ഫൈനലിൽ എത്തിയല്ലോ ദിവ്യയും ഹംപിയും. അതുവഴി അവർ രണ്ടുപേരും അടുത്ത ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ആ ഒരു ഫൈനൽ സ്റ്റെപ്പ്, കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ്, അതിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ഓക്കെ, അതും വലിയ നേട്ടം തന്നെ. അപ്പോൾ ഈയൊരു പശ്ചാത്തലത്തിലെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ചില ബേസിക് ചെസ് ടെർമിനോളജി അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, ഫിഡെ പോലുള്ളവ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? തീർച്ചയായും. നമുക്ക് ഫിഡെയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫിഡെ, അതായത് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ. അതാണ് ചെസ് കളിയുടെ ഗ്ലോബൽ ഗവേണിംഗ് ബോഡി. സ്വിറ്റ്സർലൻഡിലെ ലോസാനിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കേ, ലോസാൻ. അതെ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്, പിന്നെ നമ്മളിപ്പോ പറഞ്ഞ ലോകകപ്പ്, ചെസ് ഒളിമ്പ്യാഡ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ടൂർണമെന്റുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഫൈഡെയാണ്. ശരി. അപ്പോൾ ഈ ഗ്രാൻഡ് മാസ്റ്റർ GM പദവി ദിവ്യ നേടിയ ആ നേട്ടം അതെന്താണ് കൃത്യമായി? അത് ഫൈഡെ നൽകുന്ന ഏറ്റവും ഉയർന്ന ടൈറ്റിലാണ്. ലൈഫ് ലോങ് ടൈറ്റിൽ. ഒരു ചെസ് പ്ലെയറുടെ കരിയറിലെ ഒരു വലിയ മൈൽ സ്റ്റോൺ എന്ന് പറയാം. അത് കിട്ടണമെങ്കിൽ നല്ല ഉയർന്ന ഫൈഡെ റേറ്റിംഗ് വേണം. സാധാരണയായി 2500-ന് മുകളിൽ. ഓക്കേ, 2500. അതെ. അതോടൊപ്പം ഇന്റർനാഷണൽ ടൂർണമെന്റുകളിൽ നന്നായി പെർഫോം ചെയ്ത് നോംസ് എന്ന് പറയും, ആ ഒരു യോഗ്യത കടമ്പകളും പാസ്സാകണം. നോംസ്. അതെ. ദിവ്യ അത് നേടിയെടുത്തു എന്നത് അവരുടെ ഒരു കൺസിസ്റ്റൻസിയുടെയും കഴിവിന്റെയും തെളിവാണ്. ശരി. അപ്പോ ദിവ്യ ജയിച്ചത് ലോകകപ്പാണ്. അതൊരു നോക്കൌട്ട് ടൂർണമെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോ സമ്മർദ്ദം കൂടുതലായിരിക്കുമല്ലോ? ഓ, തീർച്ചയായും. ലോകകപ്പ് ഒരു മേജർ നോക്കൌട്ട് ടൂർണമെന്റാണ്. ഓരോ കളിയിലും തോറ്റാൽ പുറത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ അത് വേറെ ലെവലായിരിക്കും. ശരിയാണ്. ഇതിലെ വിജയികൾക്കും പിന്നെ മുന്നിലെത്തുന്ന മറ്റു ചില കളിക്കാർക്കുമാണ് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. അതാണ് അടുത്ത പ്രധാനപ്പെട്ട ടൂർണമെന്റ്, കാൻഡിഡേറ്റ്സ്. ദിവ്യയും ഹംപിയും അതിലേക്ക് യോഗ്യത നേടി. ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഒരു ഫൈനൽ ക്വാളിഫയർ ആണോ അത്? എക്സാക്ട്ലി, അതെ. ലോകത്തിലെ ഏറ്റവും ടോപ്പ് പ്ലേയേഴ്സിൽ കുറച്ചുപേർ മത്സരിക്കുന്ന ടൂർണമെന്റാണ് കാൻഡിഡേറ്റ്സ്. അതിൽ ജയിക്കുന്ന ആളാണ് നിലവിലുള്ള വേൾഡ് ചെസ് ചാമ്പ്യനെ നേരിടുക. ഓക്കേ, അപ്പൊ അതിന് യോഗ്യത നേടുന്നത് തന്നെ വലിയ കാര്യമാണ്. വളരെ വലിയ കാര്യം. ഇതിന്റെ കൂടെ ചെസ് ഒളിമ്പ്യാഡിനെക്കുറിച്ചും ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ചെസ് ഒളിമ്പ്യാഡ്. അത് 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ടീം ഇവന്റാണ്. രാജ്യങ്ങൾ ടീമായിട്ടാണ് മത്സരിക്കുന്നത്. ചെസ്സിലെ ഒളിമ്പിക്സ് എന്നൊക്കെ പറയാം. മനസ്സിലായി, വ്യക്തമായി. അപ്പോ ദിവ്യ ദേശ്മുഖിന്റെ ഈ ലോകകപ്പ് വിജയം ശരിക്കും ഇന്ത്യൻ ചെസ് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെയാണ്. ഇത് അവരുടെ ഒരു പേഴ്സണൽ ബ്രില്യൻസ് മാത്രമല്ല, ഇന്ത്യൻ ചെസ്സിന്റെ ആകെ ഒരു വളർച്ച കൂടിയാണ് കാണിക്കുന്നത്. അതെ. UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ, അതായത് ദിവ്യയുടെ നേട്ടങ്ങൾ, ഈ ടൂർണമെന്റുകളുടെ പ്രാധാന്യം, ലോകകപ്പ്, കാൻഡിഡേറ്റ്സ്, പിന്നെ ഫിഡ, GM പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ ഓർത്തുവെക്കാവുന്നതാണ്. ഇന്നത്തെ ഈയൊരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. തീർച്ചയായും. ഈ വിജയം, പ്രത്യേകിച്ച് കൊനേരു ഹംപിയെപ്പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർക്കെതിരെ ഒരു യങ്സ്റ്റർ നേടിയ ഈ വിജയം ഇന്ത്യൻ ചെസ്സിന്റെ ഭാവിയെക്കുറിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം കൂടി ചോദിക്കുന്നുണ്ടല്ലേ? എന്താണത്? അതായത്, ഈ വ്യക്തിഗത മികവുകൾക്കപ്പുറം ലോക ചെസ്സിൽ ഒരു പുതിയ ഇന്ത്യൻ ഡൊമിനേഷൻ, അതിന്റെ ഒരു തുടക്കമാണോ നമ്മളിപ്പോ കാണുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. നാളെ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ആശംസകൾ.